10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം 18ാം നൂറ്റാണ്ട്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് മുതലാളിത്തം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്നത് സാമ്രാജ്യത്വം. ക്വാമി എൻക്രൂമ ഏത് രാജ്യത്തെ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച രാഷ്ട്രീയ നേതാവാണ്? ഘാന. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപകോളനീകരണം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന രാജ്യം ത്രികക്ഷി സഖ്യം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം പാൻസ്ലാവ് പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത് റഷ്യ, പാൻ ജർമ്മൻ പ്രസ്ഥാനം രൂപീകരിച്ചത് ജർമ്മനി, പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസ്. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം 1904. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യ സന്ധിയിലേർപ്പെട്ട രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഏത് രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചത്? ജർമ്മനി. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും രഹസ്യസന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കോയിലെ പ്രധാന തുറമുഖം അഗഡീർ. ബാൾക്കൻ സഖ്യം ഏതൊക്കെ രാജ്യങ്ങളാണ് ബാൾക്കൻ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്? സെർബിയ, ഗ്രീസ്, മോണ്ടിനീഗ്രോ, ബൾഗേറിയ. ഏതൊക്കെ രാജ്യങ്ങളാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനീഗ്രോ, ബൾഗേറിയ. ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം 1912. 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയയിൽ തലസ്ഥാനമായ സരായാവോയിൽ വെച്ച് വെടിവെച്ചു കൊന്ന സെർബിയൻ യുവാവ് ഗാവ്ലോ പ്രിൻസപ്പ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്
1914 ജൂലൈ 28. ഒന്നാം ലോക യുദ്ധം ആരംഭിക്കാനിടയായ കാരണം ഫെർഡിനാൻഡിൻ്റെ മരണം. ഒന്നാം ലോക യുദ്ധം അവസാനിച്ചത് 1918. ഏതു യുദ്ധത്തിൻ്റെ പരിണിതഫലമായാണ് സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നുവരാനിടയായ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഗ്രാൻഡ് ഇല്യൂഷൻ. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ മറ്റു സിനിമകളാണ് ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, പാത്ത് ഓഫ് ഗ്ലോറി എന്നിവ. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധിയാണ് വേഴ്സായ് സന്ധി. സഖ്യകക്ഷികൾ ജർമ്മനിയുമായി വേഴ്സായ് സന്ധി ഒപ്പുവെച്ച വർഷം 1919. വേഴ്സായ് സന്ധി ഒപ്പുവെച്ച സ്ഥലം പാരീസ്. വേഴ്സായ് സന്ധി ഒപ്പുവെക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്. ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം 1929. സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യം അമേരിക്ക. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച. ഒന്നാം ലോക യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങൾ ഏതൊക്കെയാണ്? ഫാസിസവും നാസിസവും. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ മഴുവും. ഫാസിസ് എന്ന വാക്കിന് അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ മഴുവും. ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലി. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനി. ഫാസിസം ഇറ്റലി, നാസിസം ജർമ്മനി. ഇറ്റാലിയൻ ഫാസിസ്റ്റ് ഭരണത്തിൽ നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനി. മുസോളിനി ആക്രമിച്ച രാജ്യങ്ങൾ എത്യോപ്യ, അൽബേനിയ. ഫാസിസ്റ്റ് ആശയങ്ങൾ നടപ്പാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ്. നാസി പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത് ഹോളോകോസ്റ്റ്. ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെടുന്നത് തവിട്ടുകുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സ്. ഹിറ്റ്ലറുടെ സൈന്യം തവിട്ടുകുപ്പായക്കാർ, മുസോളിനിയുടെ സൈന്യം കരിങ്കുപ്പായക്കാർ. ജൂത കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെടുന്നത് ഗെസ്റ്റപ്പോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലർ. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകൻ മെറ്റിയോറ്റി. ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകൻ മെറ്റിയോറ്റി. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വം ഉണ്ടായ ഏക വിദേശീയൻ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നത് ചെമ്പകരാമൻ പിള്ള. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാലയളവ് 1939 മുതൽ 1945 വരെ. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾക്ക് കൈക്കലാക്കാനിടയായ സന്ധി പാരീസ് സമാധാന സന്ധി. പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേര് വേഴ്സായ് സന്ധി. പാരീസ് സമാധാന സന്ധി ഒപ്പുവെച്ച വർഷം 1919. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ
അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം അറിയപ്പെടുന്നത് പ്രീണന നയം. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം നടന്നത് 1939 സെപ്റ്റംബർ 1. രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സ്ഥലം സുഡറ്റൻലാൻഡ്. സുഡറ്റൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെക്കോസ്ലോവാക്യ. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കരാറിലേർപ്പെട്ട സന്ധി അനാക്രമണ സന്ധി. ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചത് 1941. അനാക്രമണ സന്ധി അവസാനിക്കാനിടയായ കാരണം ഹിറ്റ്ലറുടെ റഷ്യൻ ആക്രമണം. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷം 1941. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാനിടയായ സംഭവം പേൾ ഹാർബർ ആക്രമണം. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. ഹിരോഷിമ, നാഗസാക്കി ആണവ ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാകുഷകൾ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയായ ബാലിക സഡാക്കോ സസൂക്കി. സഡാക്കോ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച എന്താണ് ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകം? സഡാക്കോ കൊക്കുകൾ. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അനന്തരഫലമായി ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24. UN ദിനം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. രണ്ടാം ലോക യുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാത ചിത്രം ഗൂർണിക്ക. രണ്ടാം ലോക യുദ്ധം പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി. രണ്ടാം ലോക യുദ്ധം പ്രമേയമായ ചാർലി ചാപ്ലിൻ്റെ സിനിമ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. രണ്ടാം ലോക യുദ്ധം പ്രമേയമായ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച രാജ്യങ്ങൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. രണ്ടാം ലോക യുദ്ധാനന്തരം ഭിന്നിച്ച രാജ്യങ്ങൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്ത രാജ്യം അമേരിക്ക. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകിയത് സോവിയറ്റ് യൂണിയൻ. പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും അറിയപ്പെടുന്നത് ശീതസമരം. ശീതസമരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർനാഡ് ബറൂച്ച്. ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടൺ ലിപ്മാൻ. പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ വേർതിരിവിനെ ഇരുധ്രുവലോകം എന്ന് വിശേഷിപ്പിച്ചത് അർണോൾഡ് ടോയൻബി. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായ രൂപം കൊണ്ട ആശയമാണ് ചേരിചേരായ്മ.
മുതലാളിത്ത ചേരിയുടെയും സോഷ്യലിസ്റ്റ് ചേരിയുടെയും ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യം ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1955. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തൂങ് ഇന്തോനേഷ്യ ബാന്തൂങ് സമ്മേളനം. ചേരിചേരാ രാജ്യത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടലാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിനു പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയാണ് ആർതർ ബാൽഫർ. ആർതർ ബാൽഫറിൻ്റെ ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ. ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വെച്ച തിയോഡർ ഹെർഷലിൻ്റെ പുസ്തകം ദി ജൂവിഷ് സ്റ്റേറ്റ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജൂതർക്കായി രൂപീകരിക്കപ്പെട്ട വർഷം 1948. പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് യാസർ അറാഫത്ത്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഒപ്പുവെച്ച കരാർ ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവെച്ച വർഷം 1993. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞത് യാസർ അറാഫത്ത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന ഒപെക്. ഗൾഫ് യുദ്ധങ്ങൾ നടന്ന വർഷം 1991-2003. ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ യുദ്ധം ഗൾഫ് യുദ്ധം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നതിന് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ കാരണമുണ്ടായ യുദ്ധം ഗൾഫ് യുദ്ധം. മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക. ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് 1991. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് ഗ്ലാസ്നോസ്റ്റ്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും മാധ്യമപ്രവർത്തനങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരമാണ് ഗ്ലാസ്നോസ്റ്റ്. സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട പരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക. ഉൽപ്പാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിന് ഇളവ് വരുത്തുക എന്നിവ ഉൾക്കൊണ്ട പരിഷ്കാരമാണ് പെരിസ്ട്രോയിക്ക. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹിരാഷ്ട്ര കമ്പനികൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടത് അറിയപ്പെടുന്നത് നവസാമ്രാജ്യത്വം. നവസാമ്രാജ്യത്തിൻ്റെ ആശയങ്ങളാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അറിയപ്പെടുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ ഇക്കണോമിക് പോളിസി എന്നറിയപ്പെടുന്നത് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം.
ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിനനുസൃതമായി ആഗോള നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനങ്ങൾക്കും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കിയത് അറിയപ്പെടുന്നത് ഉദാരവൽക്കരണം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചത് അറിയപ്പെടുന്നത് സ്വകാര്യവൽക്കരണം.